അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ താരീഖിൻ്റെ 6 പാഠങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുഴുവനും നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരും കാണാത്തവരും പോയി നിർബന്ധമായി കേട്ട് ആ ക്ലാസ് മുഴുവനും പഠിച്ചതിന് ശേഷം ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. നമുക്ക് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചത് എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ടെന്ന് പരിശോധിക്കാം. ഇൻഷാ അള്ളാഹ് നമ്മൾ താരീഖിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. യോജിച്ചവ ചേർക്കാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മാതാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 ആളുകളാണ് അവിടെ പഠിക്കാനുള്ളത്. 1 ഇബ്രാഹിം നബി, 2 ഇബ്രാഹിം നബിന്റെ ഭാര്യ, 3 ഇവരിലുണ്ടായ മകൻ. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഹാജറ ബീവിന്റെയും ഇബ്രാഹിം നബിന്റെയും ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ നബി. അപ്പൊ ഇസ്മായിൽ നബിയുടെ ഉമ്മ എന്ന് ചോദിച്ചാൽ അത് ഹാജറ ബീവിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ എന്ന് ചോദിച്ചാൽ ഹാജറ ബീവിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം എന്താണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ ആരാണ്? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. 2 ഹലീമ ബീവിയുടെ മകൻ. ഹലീമ ബീവിയുടെ മകൻ ആരാണ്? ലംറത്ത് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം കാണിച്ചു. എന്താണ്? ഹലീമ ബീവിയുടെ അടുത്ത് നിന്ന് മുല കുടിക്കുമ്പോൾ ഒരു മുലപ്പാൽ മാത്രമേ കുടിക്കാറുള്ളൂ, മറ്റേ മുല ലംറത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് അവിടെ? ലംറത്ത്. 3 നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. നമ്മുടെ നബിയുടെ ഗോത്രം ഏതാണ്? ഖുറൈശ്. നബിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ വംശം ഏതാണ്? ഹാഷിം. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇസ്മായിൽ നബിയാണ്. ഇസ്മായിൽ നബിന്റെ ഉമ്മ ആരാന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബിന്റെ ഭാര്യയാണ്. അതാരാണ്? ഹാജറ ബീവി. ഇനി ഹാജറ ബീവിയുടെ മകൻ അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ മകൻ എന്ന് ചോദിച്ചത് ആരാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇനി ഹാജറ ബീവിയുടെ ഭർത്താവ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. വെരി 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 ഗുഡ്. അടുത്ത പൂർത്തിയാക്കാം. സൗദി അറേബ്യയിലെ പരിപാവന നഗരമാണ് മക്ക എഴുതുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമുണ്ട്. മീം, കാഫ്, ഹാ, താഗ് അല്ലെ, നമ്മളെ പാമ്പിന്റെ തലയുള്ള താഗ്. അടുത്ത് സമാവാ ചെരുവിൽ സമുദ്ര തുല്യമായ എന്താ? ജലപ്രവാഹമുണ്ടായി. എങ്ങനെയാണ് ജലപ്രവാഹം ഉണ്ടായി എന്ന് എഴുതുക? ഇതാ ജലപ്രവാഹം. എങ്ങനെ എഴുതുക? പ് എഴുതിയിട്ട് പ്രവാഹം ഉണ്ടായി. കണ്ടില്ലേ? ജലപ്രവാഹം ഉണ്ടായി. അടുത്ത ചോദ്യം. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. പ എങ്ങനെ എഴുതുക? ഇവിടെ ഇതാ തരിപ്പ ണ എഴുതുമ്പോ അടിയിൽ മുകളിൽ പുള്ളി വേണം. തരിപ്പണമായിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹും. എങ്ങനെ ജുർഹും എന്ന് എഴുതുക? ഏത് ഹാണ്? മനസ്സിലായില്ലേ? ജുർഹും. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയയും മുലയൂട്ടി. ഇതാ എങ്ങനെ മുലയൂട്ടി എന്ന് എഴുതാ? ടി എങ്ങനെ എഴുതാ? ദാൽ എഴുതിയിട്ട് അടിയിൽ പുള്ളിട്ടിട്ട് മേലെ ഷദ് കൊടുക്കണം. മുലയൂട്ടി. പിന്നെ അടുത്തത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലപ്പാൽ നൽകിയത് എത്ര കാലാണ്? 2 വയസ്സ് വരെ. ഇവിടെ തന്നെ വേറെ ചോദ്യം ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ എത്ര കാലം താമസിച്ചു? എത്ര കാലാണ്? 4 വർഷം. 2 വർഷം മുലകുടി പ്രായം, അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കൂടി താമസിച്ചു. പിന്നെ സംസം ഉറവെടുത്തത് എവിടെ നിന്ന്? അടുത്ത ചോദ്യമാണ്. സംസം ഉറവെടുത്തത് എവിടെ നിന്ന്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന്. എന്താണ് ഇവിടെ? ഇസ്മായിൽ അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് എഴുതിയാൽ എന്താകൂല? പൂർണ്ണ ഉത്തരമാകൂല. പിന്നെ എന്ത് ചെയ്യണം? ഇസ്മായിൽ അലൈഹിസ്സലാം കരഞ്ഞു കാലിട്ടടിക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട എഴുത്ത്. കരഞ്ഞു. മനസ്സിലായില്ലേ? എല്ലാരും ശ്രദ്ധിക്കുക. കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന്. അടുത്തത് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്ത് ചെയ്തു? ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഉടനെ
എന്താണ് അബ്ദുൽ മുത്തലിബ് ചെയ്തത്? ഇതാ ഇവിടെ ഉണ്ട്. കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുഞ്ഞിനെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇവിടെ അക്ഷരത്തെറ്റ് വരുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കുഞ്ഞിനെ, കുഞ്ഞിനെ എഴുതാൻ പഠിക്കുക. പരിശുദ്ധ എഴുതാൻ പഠിക്കുക. പിന്നെ കൊണ്ടുപോയി എങ്ങനെ എഴുതുക? പിന്നെ സ്തുതിക്കുക എങ്ങനെ എഴുതുക? അതൊക്കെ തെറ്റ് വരുന്നതാണ്. തെറ്റ് വരുന്നതിനനുസരിച്ച് മാർക്ക് കുറയും. ശ്രദ്ധിക്കുക. സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇത് കാണാതെ പഠിക്കുക, എഴുതാനും പഠിക്കുക. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഉണ്ടായ പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ? കുറെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പേർഷ്യയിൽ എന്തെല്ലാം അത്ഭുതം ഉണ്ടായി? 2 അത്ഭുതമാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞത്. എന്താ? പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. പിന്നെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി. രണ്ട് അത്ഭുതമാണ് ഇവിടെ പറഞ്ഞത്. അത് കാണാതെ പഠിക്കണം. ഒന്നെന്താണ്? വർഷങ്ങളായി പൂജിച്ചിരു വന്നിരുന്ന അഗ്നികുണ്ഡം അണഞ്ഞുപോയി. പേർഷ്യക്കാരുടെ അഗ്നികുണ്ഡം അണഞ്ഞുപോയി എന്നെഴുതിയാലും പിന്നെ ഉത്തരം ശരിയാവും. എന്താണ്? വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡം. എങ്ങനെ അഗ്നി എന്ന് എഴുതാൻ നോക്കുക. ഗുണ്ഡം എങ്ങനെ എഴുതുക? അണഞ്ഞു പോയിരിക്കുന്നു. പിന്നെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം എങ്ങനെ എഴുതുക? ഹാസനം. ഇതൊക്കെ നിങ്ങൾ എഴുതി നോക്കണേ. തരിപ്പണമായി ഒക്കെ എഴുതി നോക്കണം. അടുത്തത്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനായി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം ഏതാണ്? കഅബ. എങ്ങനെ കഅബ എന്ന് എഴുതുക? നോക്കിക്കോളൂ. കാ എഴുതിയിട്ട് പിന്നെ ഐൻ എഴുതിയിട്ട് പിന്നെ ബ എഴുതിയിട്ട് പിന്നെ ഒരു ഹാത്താവുകയാണ്. കഅബ. മനസ്സിലായോ? ഈ താവുണ്ട്. ഈ താവ് പല കുട്ടികളും മറന്നുപോകും. അടുത്തത്, ശരിയും തെറ്റും എഴുതാനാ. ആമിന ബീവി റളിയല്ലാഹു അൻഹ അബ്ദുൽ മുത്തലിബിന്റെ മകളാണ്. ആണോ? അല്ല. പിന്നെ ആരാണ്? ബനു സുഹ്റ ഗോത്രത്തിലെ വഹബിന്റെ മകളാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇത് തെറ്റ് അല്ലേ? അബ്ദുൽ മുത്തലിബിന്റെ മകളല്ല. ആരുടെ മകളാണ്? വഹബിന്റെ. ഏതാ ഗോത്രം? ആമിന ബീവിന്റെ ഗോത്രം ബനു സുഹ്റ. അടുത്ത ചോദ്യം, മക്ക നഗരത്തിന്റെ പേര് ഉമ്മുൽ ഖുറ എന്നാണ്. ശരിയല്ലേ? മക്കൾക്ക് ഉമ്മുൽ ഖുറ എന്ന് പേരുണ്ട്. പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രം ജുർഹും ആണോ? അല്ല. അബ്ദുൽ മുത്തലിബിന്റെ ഗോത്രം നബിന്റെ ഗോത്രം തന്നെ. അതേതാ? ഖുറൈഷ്. പിന്നെ ജുർഹും ഗോത്രം ആരുടേതാണ്? അദ്നാന്റെ ഗോത്രം ജുർഹും ഗോത്രമാണ്. അങ്ങനെ പറയാം. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം ബുധനാഴ്ച. എത്ര സിമ്പിൾ ചോദ്യം. തിങ്കളാഴ്ചയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. തെറ്റാണ്. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച 8-ാം ദിവസം അഖീഖാർത്തു. അല്ല. എത്രാം ദിവസം? 7-ാം ദിവസം. അടുത്ത പൂരിപ്പിക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു. ഡാഷ് ഡാഷ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താ അതിന്റെ ഉത്തരം? ഇതാ ഈ പെട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു. ഇതുവരെ ഇവിടെ ഉണ്ട് തെരഞ്ഞെടുത്തു. ബാക്കിയാണ് എഴുതേണ്ടത്. എന്താ? ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് കിനാനയെയും കിനാനയിൽ നിന്ന് ഖുറൈശിനെയും ഖുറൈശിയിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. ഇത് പഠിക്കാനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്നറിയോ? അടുത്ത തൊട്ടു ബാക്കിലുള്ള വരിയിൽ ഏതാണോ ഏത് മഹാന്റെ പേരുള്ള അത് ഇങ്ങോട്ട് എടുത്തത്. ഇവിടെ ഇസ്മായിൽ അല്ലേ? ഇസ്മായിൽ അലൈഹി സ്വലാം. അപ്പൊ അത് ഇങ്ങോട്ട് എടുത്തത് ഇസ്മായിൽ അലൈഹി സ്വലാം. ഇനി ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു. കിനാന ഒന്നും കൂടി എഴുതും. ഇതാ കിനാനയും വീണ്ടും കിനാന. കണ്ടോ? കിനാന വീണ്ടും വന്നു. കിനാനയെയും കിനാനയിൽ നിന്ന് ഖുറൈശിനെയും. ഇനി ഖുറൈശി ഒന്നും കൂടി വരും. ഖുറൈശിയിൽ നിന്ന് ഖുറൈശിൽ നിന്ന് എന്നെയും തെരഞ്ഞെടുത്തു. കണ്ടോ? അപ്പൊ ഇവിടെ എന്തൊക്കെ എഴുതേണ്ടത്? ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു. ബാക്കി എയും ഡാഷ് എയിൽ നിന്ന് ഡാഷ് എന്നെയും തെരഞ്ഞെടുത്തു. അപ്പോ ഇവിടെ ഇസ്മായിൽ നബീനെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇസ്മായിൽ അലൈഹി ഇസ്ലാം എന്നുള്ള ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പൊ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ മക്കളിൽ നിന്ന് കിനാനയെയും. ഇവിടെ കിനാന വരും. ഇവിടെ ഇസ്മായിൽ നബിയും കിനാനയും. എന്നിട്ട് കിനാനയിൽ നിന്ന് ആരെ? ഖുറൈശിനെയും. പിന്നെ ഖുറൈശിയിൽ നിന്ന് എന്നെയും. മനസ്സിലായോ? അപ്പോൾ ആവർത്തിച്ച് എഴുതിയാൽ തന്നെയാണ് അവിടെ തരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു, തദ്രീബാത്തുകൾ എല്ലാ പാഠത്തിന്റെയും
പാഠം കഴിഞ്ഞതിന് ശേഷമുള്ള വർക്കുകൾ നിർബന്ധമായും പഠിച്ച് വർക്കൗട്ട് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. നമ്മൾ ആ വീഡിയോയിൽ എല്ലാ തദ്രീബാത്തും ഫുൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരത് പോയി കേൾക്കണം, എന്നിട്ട് പഠിക്കണം. അതുപോലെ തന്നെ താരീഖിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലത്തെ പെട്ടി. ഈ പെട്ടിയിൽ നിന്ന് വരുന്ന ചോദ്യം, ഇവിടെ വരുന്ന ചോദ്യമാണ് മനുഷ്യരൂപത്തിലുള്ള മലക്കുകളായിരുന്നു അവർ, ആരേ? പിന്നെ ആ വന്നത് ആരായിരുന്നു? മനുഷ്യരൂപത്തിലുള്ള മലക്കാർ. അതുപോലെ ഈ പെട്ടി, ഇങ്ങനെ ഈ പെട്ടികളിൽ പറയുന്നത് പ്രത്യേകം പഠിക്കണം. അതുപോലെ തദ്രീബാത്തും പഠിക്കുക. ഇതാണ് പിന്നെ താരീഖിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹു താരീഖ് പരീക്ഷ എല്ലാവർക്കും നല്ല എളുപ്പം